വനം നിറഞ്ഞ താടകക്കരയിലെ ഒരു ചെറിയ നാടാണ് നിഷാദരാജ്യത്തിന്റെ ഭാഗമായിരുന്നത്. അതിടെ ജനിച്ചു വളർന്നതായിരുന്നു ഏകലവ്യൻ. പ്രബലമായ കാഴ്ചകളും ആഗ്രഹങ്ങളുമുള്ള യുവാവ്. എന്നാൽ അദ്ദേഹം രാജപുത്രനോ ആരാധനയുടെ കേന്ദ്രമോ ആയിരുന്നില്ല. സമൂഹം അവനെ താഴ്ന്ന ജനവിഭാഗത്തിൽപ്പെട്ടവനായി കണക്കാക്കിയിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞിട്ടിരുന്നതൊരു വലിയ സ്വപ്നം, വലിയ വില്ലാളിയാകണം എന്നത്. അവൻ കേട്ടിരുന്നു ഹസ്തിനാപുരത്തിൽ ഒരു മഹാഗുരു ഉണ്ടെന്ന്. ദ്രോണാചാര്യർ, പാണ്ഡവർ, കൗരവർ എന്നിവരെ ആയുധവിദ്യകളിൽ പരിശീലിപ്പിച്ച മഹാനായ ആചാര്യൻ. ഏകലവ്യൻ യാത്ര ചെയ്തു, ഗുരുവിന്റെ കാൽപ്പാടുകളിൽ നമിക്കാനായി. എന്നാൽ ആ കാൽപ്പാടുകൾ അവന്റെ ജന്മത്തെ നോക്കി അവനെ തള്ളുകയായിരുന്നു. നിനക്ക് ഈ വിദ്യകൾ അർഹയില്ല, ദ്രോണർ പറഞ്ഞു. നീ രാജവംശത്തിൽ പെട്ടവനല്ല. ഏകലവ്യൻ തളർന്നില്ല. തടഞ്ഞുവെന്ന് വെച്ച വഴിക്ക് ഒരു പുതിയ വഴിയാണ് അവൻ കണ്ടെത്തിയത്. അവൻ മണ്ണുകൊണ്ട് ദ്രോണാചാര്യന്റെ ഒരു പ്രതിമ നിർമ്മിച്ചു. വനം അതിന്റെ പാഠശാലയായി മാറി. പക്ഷികളെയും മൃഗങ്ങളെയും ലക്ഷ്യമാക്കി അവൻ അമ്പുകൾ പഠിച്ചു. ഓരോ ദിവസം ശില്പത്തെ നമസ്കരിച്ച് തുടർച്ചയായ പരിശീലനം. നിശബ്ദമായി, ആരും അറിയാതെ, ആരെയും